അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടി ടെസ്റ്റ്. ഓക്കെ, ഓക്കെ ടി ടെസ്റ്റ് ആരാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ആരായിരുന്നു? ഗോസെറ്റ്, ഗോസെറ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന് ഗോസെറ്റിൻ്റെ പേരിലല്ല ഇത് അറിയപ്പെട്ടത്, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അറിയപ്പെട്ടത്. അതിൻ്റെ കഥയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വെൻ ദ എൻ ഇസ് സ്മോൾ. സ്മോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എൻ ഇസ് ലെസ് ദൻ ഓർ ഈക്വൽ ടു 30 ആവുന്ന കേസിലാണ് സാമ്പിൾ സൈസ് ടി ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ആവുന്ന കേസിലാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എൻ എപ്പോഴും സ്മോൾ സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ടി ടെസ്റ്റ്. സെഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? മോർ ദാൻ 30 ആകുമ്പോഴാണ് നമ്മൾ സെഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടി ടെസ്റ്റിൻ്റെ നമ്മൾ ടെസ്റ്റിംഗ് ദ ഡിഫറൻസ്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ ആണ് നമ്മളിന്ന് ഫോർമുല പറയാൻ പോകുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഫോർമുല. ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് സി. നമ്മൾ നേരത്തെ ഫോർമുല സെഡിൻ്റെതിലും ഇതേ ഫോർമുല തന്നെയാണ് പഠിച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇത് തന്നെയാണ് ഇവിടെയും ഫോർമുല. പക്ഷേ ഇവിടുത്തെ എസ് സിക്ക് സ്റ്റാൻഡേർഡ് എററിന് ചെറിയൊരു മാറ്റമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഡിഫറൻസ് മാത്രം എടുത്താൽ മതി, വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി കേട്ടോ. നെഗറ്റീവിൻ്റെ പ്രശ്നം വരുന്നത് ഒഴിവാക്കാൻ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് എററിന് ഫോർമുല ഉണ്ട്. സ്റ്റാൻഡേർഡ് എററിന് ഫോർമുല ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു എസ് ബൈ റൂട്ട് എൻ. റൂട്ട് എൻ ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് എൻ മൈനസ് 1 ഉണ്ട്. ഈ റൂട്ട് എൻ എടുക്കുന്ന രീതി എപ്പോഴാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 എന്നാണ് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത്. എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. ഈ എസിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. നോക്കെ, സ്റ്റാൻഡേർഡ് എറർ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 എപ്പോഴാണ് എടുക്കുന്നത് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. നമ്മൾ BNS പഠിച്ച അതേ ഫോർമുല തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ഇനി ഇൻ കേസ് നമ്മൾ എസിൻ്റെ ഫോർമുലയിൽ ഇവിടെ എൻ മൈനസ് 1 എടുത്തു എന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഫോർമുല എസ് ബൈ റൂട്ട് എൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതും ഞാനിവിടെ എഴുതി വെക്കാം. അപ്പോൾ ഇവിടെ എൻ മൈനസ് 1 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ എടുക്കണം, ഇവിടെ എൻ മൈനസ് 1 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ എടുക്കണം. അപ്പം നമുക്ക് അറിയുന്ന ഫോർമുല ഇതായതുകൊണ്ട് നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് ഈ രണ്ട് രീതിയിലും കാണാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, രണ്ട് രീതിയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല, കിട്ടും. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് മതി. ഓക്കെ, എസ് ബൈ റൂട്ട് എൻ മൈനസ് 1ഉം അതുപോലെ എസിൻ്റെ ഫോർമുല ഇതും, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ രണ്ട് ഫോർമുലയും കണ്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർമുല. പിന്നെ നമ്മളൊരു ടി ടേബിൾ സെഡ് ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അതേപോലെ ഇവിടെ ടി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിഗ്രി ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കണം. ടി ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് ആൽഫയും വേണം, അതേപോലെ ഡിഗ്രി ഫ്രീഡം എന്ന് പറഞ്ഞൊരു സംഭവം വേണം. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ആൽഫ നിങ്ങൾക്കറിയാം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതിന് മാറ്റമൊന്നുമില്ല. ആൽഫ നമുക്ക് 0.05 എടുക്കാം, അല്ലെങ്കിൽ 0.01 എടുക്കാം. ഡിഗ്രി ഫ്രീഡം എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഡിഗ്രി ഫ്രീഡം? ഓക്കെ, അതെന്താണെന്ന് പറയാം. ഡിഗ്രി ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന സംഭവമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ 10 കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട്, കറക്റ്റ് 10 ഡെസ്കും ബെഞ്ചും 10 പേർക്ക് ഇരിക്കാനുള്ളത് കറക്റ്റ് ഉണ്ടെന്ന് ചോദിച്ചോ. അപ്പോൾ ഞാൻ 10 പേരോട് പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞു, എന്നിട്ട് ഒരാളോട് വന്നിരിക്കാൻ പറഞ്ഞു. അപ്പം 10 സീറ്റിൽ എവിടെ വേണേൽ ഇരിക്കാൻ അയാൾക്ക് ഫ്രീഡം ഉണ്ട് അല്ലേ? വീണ്ടും ഞാൻ നെക്സ്റ്റ് ഒരാളെ വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാളുടെ ഫ്രീഡം എന്തായി കുറഞ്ഞു? അയാൾക്ക് ഫ്രീഡം ബാക്കി 9 സീറ്റ്സിലേക്ക് കിട്ടുള്ളൂ അല്ലേ? പിന്നെ അതിൻ്റെ അടുത്ത ആൾ വന്നാലോ 8 സീറ്റ്സിലേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് 10ാമത്തെ ആൾ വന്നിരിക്കുമ്പോഴോ
അയാൾക്ക് ആകെ ഒരു സീറ്റിൽ മാത്രമേ ഇരിക്കാനുള്ള ഫ്രീഡം ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്, ദാറ്റ് ഈസ് ഡിഗ്രി ഫ്രീഡം. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ നിന്നും കൺസ്ട്രെയിൻസ്, നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഡിഗ്രി ഫ്രീഡം. അപ്പോൾ നമുക്കിവിടെ ഫോർമുലയായിട്ട് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ ആൽഫ 0.05 n-1 ഡിഗ്രി ഫ്രീഡത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ വിശദീകരിക്കാം. അപ്പോൾ ഇതാണ് ടി ടേബിൾ വാല്യൂ കാണുന്ന മെത്തേഡ്. നമ്മൾ സെഡ് ടേബിൾ വാല്യൂ കാണാൻ നല്ല എളുപ്പമായിരുന്നു. ആ ടി ടേബിളിൻ്റെ ലാസ്റ്റ് ലൈൻ നോക്കുക. 0.05 വരുന്നത് 1.96, അതുപോലെ 0.01 2.586. അങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് പഠിച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ പഠിച്ചു വെക്കാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസ് തന്നെയാണ് വരിക, ടേബിൾ വാല്യൂ ആണ് വരിക. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ വിൽ ഗോ ടു ഞാൻ വായിക്കാം, നിങ്ങളത് താഴെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം. The price of shares of a company on the different days in a month were found to be 66, 65, 69, 70, 69, 71, 70, 63, 64 and 68. അപ്പം എത്ര ഷെയർസ് ആണ് ഉള്ളത്? എത്ര പ്രൈസ് ഓഫ് ഷെയർസ് ആണ് ഇവിടെ ഉള്ളത്? 10 എണ്ണം അല്ലേ? 60. ഓക്കെ, ഡിസ്കസ് വെദർ മീൻ പ്രൈസ് ഓഫ് ഷെയർസ് ഇൻ ദ മന്ത് 65. അപ്പം ഒരു സാമ്പിൾ ഓഫ് പ്രൈസ് ഓഫ് ഷെയർസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓൺ ദ ഡിഫറെൻറ്റ് ഡേയ്സ് ഇൻ ദ മന്ത്. അത് 66 ആണ്, ഷെയർ 65 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഡിസ്കസ് വെദർ മീൻ പ്രൈസ് ഓഫ് ഷെയർസ് ഇൻ ദ മന്ത് 65. ശരാശരി ഷെയർ എന്ന് പറയുന്നത് 65 ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 65ഉം നമ്മൾ കണ്ടുപിടിക്കാനുള്ള സാമ്പിളുടെ ഷെയർ, അതിൻ്റെ ആവറേജ് ഷെയർ നമുക്ക് അവിടെ തന്നിട്ടില്ല, ഡയറക്റ്റ് തന്നിട്ടില്ല. അവിടെ ഒരു 10 ഷെയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് അവിടെ എഴുതാനുള്ളത് എഴുതി വെക്കുക. ഓക്കെ, ഫസ്റ്റ് 66 ആണ്, 65 ഇതൊക്കെയായിരുന്നു ഒബ്സർവേഷൻ. ഞാനത് എക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. 69, 70, 69, 71, 70, 63, 64, 68. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ മീൻ ഷെയർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 65 ആവോ ഇല്ലയോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു H0 സെറ്റ് ചെയ്യണം. എന്താണ് H0 സെറ്റ് ചെയ്യേണ്ടത്? H0 such that the mean is equal to 65. പോപ്പുലേഷൻ മീൻ ആണ് അവർ പറഞ്ഞത്. 65 ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അല്ല എന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്തു. രണ്ടാമത് H1 സെറ്റ് ചെയ്യണം. H1 സെറ്റ് ചെയ്യുമ്പോൾ mu is not equal to 65 അല്ലേ? അപ്പം ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് H0ഉം H1ഉം ആണ് ഏതൊരു പ്രോബ്ലത്തിലും സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേർഡിങ്സിൽ എഴുതുക ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അതുപോലെ H1 സെറ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അത് തന്നെയാണ് ഞാനിവിടെ ഇപ്പം സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു? ആൽഫ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആൽഫേനെ പറ്റി ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് 0.05 തന്നെ എടുക്കാം. അപ്പോൾ ടി ആണ് എടുക്കേണ്ടത്. എങ്ങനെ മനസ്സിലായത്? കാരണം ഇതിൻ്റെ സൈസ് നോക്കൂ, 10 ആൾക്കാരെ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈസ് എത്രയാണ്? n is equal to 10 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് ആണ്. സ്മോൾ സാമ്പിൾ ടെസ്റ്റിന് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ടി എടുക്കാം. ടി ടെസ്റ്റ് ആണെന്ന് മനസ്സിലായി. ടി ടെസ്റ്റിൻ്റെ ടേബിൾ വാല്യൂ സെറ്റ് ചെയ്യണം. ടി ടേബിൾ വാല്യൂ ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നു? ഇതെങ്ങനെയാണ് കണ്ടെടുക്കുന്നത്? ടി ടേബിൾ വാല്യൂവിന് കണ്ടെത്താൻ നമുക്ക് ആൽഫയും വേണം. പിന്നെ ആരാണ് വേണ്ടത്? n-1 അല്ലേ? എത്രയോ ഒബ്സർവേഷൻസ്? n-1. ഇനി അത് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് 0.05 ആണ്. ഒബ്സർവേഷൻ എത്രയാണ്? n-1. ഇവിടെ മൊത്തം ഒബ്സർവേഷൻ എത്രയാണ്? 10 അല്ലേ? 10-1 ദാറ്റ് ഈസ് 0.05 അല്ലെങ്കിൽ നമുക്ക് പറയാം 9ൽ 0.05. നമുക്ക് ആ ടേബിൾ എടുക്കാം. ഓക്കെ, ടി ടേബിൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ടി ടേബിളിൽ
സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് DF ഡിഗ്രി ഫ്രീഡം ആണ്. അത് നിങ്ങൾക്ക് കാണാം 1 2 3 അപ് ടു 1000. പിന്നെ ലാസ്റ്റ് ലൈൻ സെഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ടോപ്പിൽ കാണുന്നത് നമുക്ക് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഉണ്ട്, 1 tail ഉണ്ട്, 2 tail ഉണ്ട്. ഓക്കെ, ആ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി നിങ്ങൾ പാടെ ഒഴിവാക്കാം. 1 tailed അല്ല. ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രോബ്ലം നമുക്ക് 2 tailed ആണ് അല്ലേ, പ്രൈസ് ഓഫ് ഷെയർസ് അല്ലേ പറയുന്നത്. അതിൻ്റെ അകത്ത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം മോർ ദാൻ ലെസ് ദാൻ ടൈപ്പുകളാണ് എന്തെങ്കിലും വരാം, റൈറ്റ് ടൈൽഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് ടൈൽഡോ, അതായത് 1 tail ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെ മോർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഇല്ല. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പം സാമ്പിൾ മീൻ 65 ആകുമോ ഇല്ലയോ, അപ്പോൾ അത്രയും വരുമ്പം 2 tailed ആണ്. അപ്പോൾ ആ 2 tailed ടെസ്റ്റിൽ എന്ന് പറയുമ്പം നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഇവിടെ ഇപ്പം കണ്ടോ 1 tailed 2 tailed കാണാം. ആ 2 tailed 0.05 എടുക്കണം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് രണ്ട് ഭാഗത്ത് 1 tailed 0.05 കാണാം, അതേപോലെ 2 tailed 0.05 കാണാം. അപ്പോൾ അതിൽ 2 tailed 0.05 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ടോപ്പിൽ നിന്ന് താഴോട്ടേക്ക് 0.05 നിന്ന് എടുക്കുക. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 9 ആണല്ലേ എടുക്കുന്നത്, 9 10 - 1 9 ആണ് നമ്മളെ ഡിഗ്രി ഫ്രീഡം. അപ്പോൾ 9 ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 9 പോയിട്ട് നടുവിലേക്ക് വരണം. അതുപോലെ ടോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് 0.05. അപ്പോൾ ആ രണ്ട് ഭാഗത്തു നിന്ന് കൂടി യോജിപ്പിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2.262 ആണ്. കാണുന്നുണ്ടോ? ഓക്കെ, 9 ലെഫ്റ്റിലും ടോപ്പിൽ 0.05. 0.05 നിങ്ങൾ 2 എണ്ണം ഉണ്ട് അവിടെ, അതിൽ ഏതാണ് എടുക്കാൻ പാടുള്ളൂ, 2 tail മാത്രം എടുക്കുക കേട്ടോ. അപ്പം ചില നോർമൽ നമ്മൾ ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടുന്ന ബുക്കുകളിൽ നമുക്ക് 2 tailed മുകളിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. 1 tailed എന്ന് പറഞ്ഞിട്ട് എഴുതൂല, പിന്നെ ഉള്ളിൽ ബ്രാക്കറ്റ് ആക്കിയിട്ടാണ് എഴുതുക. അപ്പം കൺഫ്യൂഷൻ ആവരുത് ഏതാണ് എടുക്കേണ്ടതെന്ന്. അപ്പം നേരെ മേലെ കാണുന്നത് 0.05 ആണെങ്കിൽ അതെടുക്കുക. അതിൻ്റെ താഴെ ബ്രാക്കറ്റിലുള്ളത് അതാണ് 1 tailed, അപ്പോൾ അതെടുക്കാതിരിക്കുക. അപ്പോൾ എടുക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ചിട്ട് വേണം. ഞാൻ അടുത്ത പ്രോബ്ലം ഞാൻ 1 tailed തരാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് 2 tailed പ്രോബ്ലം. ഓക്കെ, 2 tailed അത് നമ്മൾ 0.05 9 എന്ന് പറയുമ്പം 9 0.05 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2.262 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ടി ടേബിൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞു 2.262. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോകണം. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്? അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടി ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടി ടെസ്റ്റിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് ഇവിടെ എഴുതാം. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ടി ടെസ്റ്റിൻ്റെ ഫോർമുല എഴുതാം. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ബാർ ആൻഡ് പോപ്പുലേഷൻ മീൻ അല്ലേ, ബൈ SC, വേർ SC ഈസ് ഈക്വൽ ടു എന്താണ്? S by root n minus 1. Sൻ്റെ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n കേട്ടോ. ഇവിടെ n-1 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ n എടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ n ആണ് എടുത്തത്, അപ്പോൾ ഇവിടെ n-1 എടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ അപ്പം നമുക്ക് ഈ ആകെ ഈ ഒബ്സർവേഷൻസ് 10 ഒബ്സർവേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം അല്ലേ. സാമ്പിൾ മീൻ എക്സ് ബാർ ഇവിടെ തന്നിട്ടില്ല, അത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. മ്യൂ തന്നിട്ടുണ്ട്, മ്യൂ എത്രയാണ്? 65. അപ്പോൾ അത് അവിടെ എഴുതാൻ പറ്റും, ബാക്കിയൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ ബാക്കിയെല്ലാം ഫൈൻഡ് ചെയ്യണം. നമ്മളൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ അത് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ആവറേജ് ആണ്. ആവറേജ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ബാർ കാര്യം ചെയ്യാം, ഇവിടെ എഴുതാം അല്ലേ. എക്സ് ബാർ കാണാനുള്ള ഫോർമുല എന്താ? സിഗ്മ എക്സ് ബൈ എൻ ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ ചെയ്യാം. സിഗ്മ എക്സ് എത്രയാണ് വരുന്നത്? കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യാം. അപ്പം 675 ആണ് കേട്ടോ. ആഡ് ചെയ്ത് നോക്കുക, 675 കിട്ടും. പിന്നെ അപ്പോൾ 675 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ്? ടോട്ടൽ 10 എണ്ണം ഉണ്ട്, അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 67.5. അപ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടി. അപ്പം ടീൻ്റെ ഫോർമുലയിൽ പകുതി ആളായി. എക്സ് ബാറിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ 67.5. മ്യൂ എത്രയാണ്? 65 ബൈ SC കാണണം. അപ്പോൾ SC കാണണമെങ്കിൽ S കാണണം. അപ്പോൾ ഈ S ആദ്യം കാണാം. S കാണാനുള്ള ഫോർമുല നമുക്കറിയാം, റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ ഈ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആദ്യം കണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ് മൈനസ് എക്സ് ബാറിന് ഒരു കള്ളി കൊടുക്കാം, പിന്നെ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിന് ഒരു കള്ളി.
ഓക്കെ, അപ്പോൾ ഇത്രയും സ്ക്വയേഴ്സ് ഇത്രയും കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം വരാനുള്ളതൊക്കെ ആയി. ഓക്കെ, വി ക്യാൻ ഫൈൻഡ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരിക? എക്സ് എന്ന് പറയുന്നത് ഇവിടെ 66 ആണ്. അപ്പോൾ 66 മൈനസ് 67.5 അത് എത്ര വരും? 66 മൈനസ് 67.5 എന്ന് പറഞ്ഞാൽ മൈനസ് 1.5 അല്ലേ? അപ്പോൾ ആദ്യത്തേന് മാത്രം ഞാൻ അങ്ങനെ എഴുതാം. നെക്സ്റ്റ് 65 മൈനസ് 67.5 ദറ്റ് ഈസ് മൈനസ് 2.5. നെക്സ്റ്റ് 69 മൈനസ് 67.5 അത് എത്ര വരും? പ്ലസ് 1.5 അല്ലേ? പിന്നെ 70 മൈനസ് 67.5 അത് എത്രയാണ്? 2.5. നെക്സ്റ്റ് 69 മൈനസ് അഗെയിൻ 1.5. 71 ആകുമ്പോൾ 3.5 അല്ലേ? 70 ആകുമ്പോൾ 2.5. 63 ആകുമ്പോഴോ 63 മൈനസ് 67.5 എന്ന് പറയുമ്പോൾ മൈനസ് 4.5 അല്ലേ? 64 ആകുമ്പോൾ നമുക്ക് മൈനസ് 8 ആകുമ്പോൾ മൈനസ് അല്ല 0.5. ഓക്കെ, ഇതിൻ്റെ സമ്മേഷൻ വേണ്ട അല്ലേ? നമുക്ക് വേണ്ടത് എസിൻ്റെ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ മാത്രം മതി. അപ്പം ഈ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിന് സിഗ്മ മാത്രം മതി. ഇതിനൊക്കെ സിഗ്മ സ്ക്വയർ ചെയ്യാം. മൈനസ് 1.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2.25. 2.5 ആണെങ്കിലോ 6.25. 1.5 ആണെങ്കിൽ അഗെയിൻ 2.25. ഇത് അഗെയിൻ 6.25. 1.5 സ്ക്വയർ 2.25. 3.5 12.25. 2.5 again 6.25. 4.5 എന്ന് പറയുമ്പം 20.25. സ്ക്വയർ എടുക്കുക കേട്ടോ, കാൽക്കുലേറ്റർ എടുക്കുക ചെയ്താൽ മതി. 3.5 എന്ന് പറഞ്ഞാൽ 12.25. 0.5 എന്ന് പറഞ്ഞാൽ 0.25. അപ്പം ഇത് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4.5ൻ്റെ മാത്രം സ്ക്വയർ ചെയ്ത് കാണിച്ചു തരാം. 4.5 ഇൻറ്റു 4.5 ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 5 ഇൻറ്റു 5 ചെയ്യുക. അപ്പം 25. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 4ഉം ഇവിടെ സെയിം അല്ലേ? 5 രണ്ടും സെയിം ആവുന്ന കേസിലാണ് 5ൻ്റെ ടേബിൾസ് 5 അറ്റത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കേസിലും പറ്റില്ല. അപ്പം 4 ഇൻറ്റു 5 ചെയ്താൽ മതി. അപ്പം 20.5 കിട്ടും. ഓക്കെ, പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, അതുകൊണ്ടാണ് പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. 35. ഇപ്പോൾ 35 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ കിട്ടും? 5 ഇൻറ്റു 5 25. പിന്നെ നമ്മൾ എടുക്കേണ്ടത് 3 അല്ലേ ഇവിടെ ഉള്ളത്? അപ്പോൾ 3യും 3ൻ്റെ നെക്സ്റ്റ് നമ്പർ ആയിട്ടുള്ള 4ഉം 3 ഇൻറ്റു 4 12. അപ്പോൾ 12. അപ്പോൾ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ആണ് വേണ്ടതെങ്കിൽ പോയിന്റ് ശേഷം 2 ഡിജിറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിന്റ് ശേഷം 2 ഡിജിറ്റ്. അപ്പോൾ ഇതൊരു എളുപ്പവഴി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും നോക്കാം. 70.50. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കുക, ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 70.50 എന്ന് കിട്ടും. 70.50. അപ്പോൾ നമുക്ക് വേണ്ട ഡീറ്റെയിൽ ആയി സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ 70.50 എന്നാണ്. ഡിവൈഡഡ് ബൈ എൻ ആണ്. എൻ എത്രയായിരുന്നു? എസ് കാണാനുള്ള ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് അല്ലേ? അപ്പം നമുക്കത് കിട്ടി. ദാറ്റ് ഈസ് 7.05 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്ററിൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ 2.655. 2.655. അപ്പോൾ എസിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇപ്പോൾ എസ് കണ്ടുപിടിച്ചു, നമുക്ക് എസ് സി ആണ് കാണേണ്ടത് അല്ലേ? എസ് സി കാണാൻ എന്ത് ചെയ്യണം? ടി ഈസ് ഈക്വൽ ടു 67.5 മൈനസ് 65 ബൈ എസ് സി ആണ്. ഈ എസ് സിൻ്റെ അകത്ത് എസ് സി കാണണ്ടേ? അപ്പോൾ എസ് സി കാണാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് വാല്യൂ ഇട്ട് കൊടുക്കണം അല്ലേ? എസ് സി കാണാൻ എസ് സി ഈസ് ഈക്വൽ ടു എസ് എത്രയാണ്? എസ് 2.655 ബൈ റൂട്ട് ഓഫ് എൻ മൈനസ് 1. എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 1 ദാറ്റ് ഈസ് റൂട്ട് 9. റൂട്ട് 9 എത്രയാണ്? 3 അല്ലേ? അപ്പോൾ 2.655 ബൈ 3 അത് എത്ര വരും? കാൽക്കുലേറ്റർ എടുക്കുക ചെയ്യാം. 2.655 ബൈ 3 0.885. ഓക്കെ, അപ്പോൾ എസ് സിൻ്റെ വാല്യൂ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അതെടുത്തിട്ട് ഇവിടേക്ക് ഇടാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എസ് സിൻ്റെ വാല്യൂ വന്നു 0.885 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് 67.5 മൈനസ് 65 എത്ര വരും? 2.5 അല്ലേ? ബൈ 0.885.
ഓക്കെ 2.5 by 0.885 എത്രയാണ് കാൽക്കുലേറ്റ് എടുക്കുക ചെയ്യാം 2.8249 കിട്ടും 2.8249 കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടി അപ്പോൾ ടി വാല്യൂ കിട്ടി ടി ടേബിൾ വാല്യൂ കിട്ടി ഇനി നമുക്ക് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഈ കമ്പ്യൂട്ടേഷൻ കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഫോർത്തിൽ നമ്മൾ ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടിങ് ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ് കേട്ടോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുല മാത്രം എഴുതാം ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എവിടെ എഴുതും ഞാൻ ഇവിടെ എഴുതാം കേട്ടോ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുക ടി വാല്യൂ is greater than T table value ആണെങ്കിൽ reject H0 otherwise accept H0 അപ്പോൾ നേരത്തെ നമ്മൾ Z ടേബിളിൽ അതേ ഫോർമുല തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ടി ടേബിൾ വാല്യൂവിനെക്കാട്ടും കൂടുതലാണെങ്കിൽ റിജക്റ്റ് H0 അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും അപ്പം ഇവിടെ എടുത്തിരിക്കുന്ന വാല്യൂ എത്ര ടി വാല്യൂ എത്ര ഇട്ടിരിക്കുന്നത് 2.82 അത് മറ്റേത് എത്ര 2.26 അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് ഗ്രേറ്റർ അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് എന്തായി റിജക്റ്റ് H0 ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ആക്സെപ്റ്റ് H1 ദാറ്റ് ഈസ് വി ആക്സെപ്റ്റ് H1 അപ്പോൾ ആരെയാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് there is significant difference between സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ അപ്പോൾ അവിടെ ഡിഫറൻസ് ഉണ്ട് ആ പോപ്പുലേഷൻ മീനിനും സാമ്പിൾ മീനുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യനിലെ ലാസ്റ്റിലേക്ക് നോക്കുക ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു ഡിസ്കസ് വെദർ മീൻ പ്രൈസ് ഓഫ് ഷെയർസ് ഇൻ ദ മന്ത് ഇസ് 65 ആ മന്തിലുള്ളത് ഷെയർസ് എന്ന് പറയുന്നത് ആവറേജ് 65 ആണോ ആ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് നോട്ട് 65 അല്ലേ അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക ദ മീൻ പ്രൈസ് ഓഫ് ദ ഷെയർ ഇസ് നോട്ട് 65 ദ മീൻ പ്രൈസ് ഓഫ് ദ ഷെയർ ഇസ് നോട്ട് 65 എന്ന് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രോബ്ലം ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം